ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മുടെ വീടുകളിൽ രണ്ട് രീതിയിലാണ് മനുഷ്യർ കടന്നു വരുന്നത്. രണ്ട് രീതിയിൽ. ഒന്ന് ക്ഷണിച്ചു കൊണ്ടുവരും, മറ്റൊന്ന് ക്ഷണിക്കാതെ വരും. നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുന്നവർ ക്ഷണിക്കുമ്പോൾ വരേണ്ടത്, ക്ഷണിച്ചാൽ മാത്രമേ വരേണ്ടത് കല്യാണം, പാല് കാച്ചി അങ്ങനെയുള്ള പരിപാടികൾക്ക് നമ്മൾ ക്ഷണിക്കണം. നേരെ മറിച്ച് ക്ഷണിക്കാതെ നമ്മളെ വീട്ടിലേക്ക് വരും. ക്ഷണിക്കാതെ നമ്മളെ വീട്ടിലേക്ക് വരും. നമ്മുടെ വീട്ടിൽ ഒരു മരണം നടന്നാൽ, നമ്മളെ വീട്ടിൽ ഒരു മരണം നടന്നാൽ ആ വീട്ടിൽ ആരെയും ക്ഷണിക്കണ്ട, അറിഞ്ഞു വരും. ഇന്നലെ കടയാലുമുള്ള ചെറുപ്പക്കാരൻ അൽഹംദുലില്ലാഹ് എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ളതാണ്. ഞാൻ കടയാലുമുള്ള ജോലി നോക്കുന്ന സമയത്തിൽ എന്നോട് സദാസമയം കഴിയുന്നില്ല. ഒരു ചെറുപ്പക്കാരൻ നല്ല ജോലി ചെയ്ത് എല്ലാവർക്കും ചായ അടിച്ചു കൊടുത്തിരിക്കുന്ന പോക്കിൽ പെട്ടെന്ന് ഈ ലോകത്തിനോട് പറഞ്ഞ അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, ദറജ നൽകുമാറാകട്ടെ. ഇത്രയുള്ള മനുഷ്യനായി നമ്മൾ ഇന്ന് കാണും. നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, നമുക്കൊരു സാധനം തരും, കുറച്ചങ്ങോട്ട് പോയി തിരിച്ചു വരും. പോയി കഴിയുമ്പോൾ പിന്നെ അറിയുന്നത് മയ്യത്താണ്. ഇതൊക്കെ തന്നെയാണ്. 50 വർഷം ജീവിച്ചു, 40 വർഷം ജീവിച്ചു, അതുപോലെ നമ്മള് 60 വർഷം ജീവിക്കും എന്നൊന്നും നമ്മൾ ആർക്കും ഒന്നും പറയില്ല. അല്ലാഹ് വിളിക്കുമ്പോൾ, അല്ലാഹുവിന്റെ തീരുമാനം വരുമ്പോൾ ആ സമയത്ത് ഞാൻ ഇപ്പൊ ഒന്നും വരാൻ പറ്റില്ല, എനിക്ക് വീടിന്റെ പണി തീർന്നിട്ടില്ല, മക്കളെ 2 പേരെ കെട്ടിക്കാനുണ്ട്, കുറച്ച് ബാധ്യതയുണ്ട്, അതുപോലെ എനിക്ക് സലാത്തുമായി പോകണം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞാല് അവിടെ ഇറക്കില്ല. അള്ളാഹുവിന്റെ തീരുമാനം എപ്പോഴാണ് വരുന്നത്, ഏത് സമയത്താണ്, ഏത് ദിവസത്തിലാണ്, ഏത് രീതിയിലാണെന്ന് നമുക്കറിയില്ല. ആ സമയത്ത് നമ്മൾ പോയേ പറ്റൂ. അള്ളാഹുവിന്റെ തീരുമാനത്തിന് നമ്മൾ അനുസരിച്ചേ പറ്റൂ. അതിൽ നമ്മൾക്ക് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. 50 വർഷം ജീവിച്ച മനുഷ്യ, നിനക്ക് 50 വർഷം ജീവിക്കാനുള്ള എല്ലാ അവസരവും റബ്ബ് നിനക്ക് തന്നിട്ടുണ്ട് എങ്കിൽ നീ പാരത്രികമായ ലോകത്ത് പോകുമ്പോൾ, നമ്മുടെ ഈ ദുനിയാവ് എന്ന് പറയപ്പെടുന്ന നശ്വരമായ ലോകമാണ്, തുച്ഛമായ സമയം നമ്മൾ ജീവിക്കാം. ഈ ലോകത്ത് നമ്മൾ തുച്ഛമായ സമയം അത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ വലിയപ്പ 100 വയസ്സ് വരെ ജീവിച്ചു, വലിയമ്മ 100 വയസ്സ് വരെ ജീവിച്ചു. അതുകൊണ്ട് ഞാനും 100 വയസ്സ് വരെ ജീവിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊന്നും പറയാൻ പറ്റില്ല. അള്ളാഹു തീരുമാനിക്കും. അള്ളാഹു തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ പോയേ പറ്റും. ആരായാലും പോയേ പറ്റും. ഒരു പള്ളിക്കാട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് മയ്യത്തുകൾ ഇങ്ങനെ അടങ്ങിയിരുന്നത് കാണാം. ആ മയ്യത്തിന്റെ മുകളില് അവിടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അറിയാൻ വേണ്ടി ഇന്ന മുതലാളിയുടെ പേര് ഖബറാണ്, അല്ലെങ്കിൽ ഇന്ന നാട്ടിലെ പ്രമാണിയാണ്, അല്ലെങ്കിൽ ഇന്ന നിലയിൽ ജീവിച്ചവനാണ്, അതൊന്നും അവിടെ ഇടാറില്ല. അവിടെ ഓരോരുത്തരെ വരിയായിട്ട് ഇങ്ങനെ ക്രമപ്രകാരം ഇങ്ങനെ അടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ ഒരു 3-4 മരണം എനിക്കറിയാൻ കഴിയാൻ. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം. നമ്മള് ഇവിടെ എല്ലാം വെട്ടിപ്പിടിക്കാമെന്ന് വിചാരിച്ചാലും, ഇതെല്ലാം കൊണ്ടുപോകുമെന്ന് നമ്മൾ വിചാരിച്ചാലും, ഞാൻ ഇവിടെ നല്ല നിലയിൽ, സുന്ദരമായ നിലയിൽ ഞാൻ ജീവിക്കുമെന്ന് വിചാരിച്ചാലും ഒരു തുച്ഛമായ ഒരു സമയം കൊണ്ട് നമ്മൾ ഇവിടെ പോവുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് ഈ ജീവിതം എന്ന് പറയപ്പെടുന്ന നശ്വരമായ ഈ ലോകത്തെ ജീവിതം അത് തുച്ഛമായ സമയം. എന്നാൽ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്നത് ഖബറാണ്. ആ ഖബറിൽ നമ്മൾ എത്ര വർഷമാണ് കിടക്കേണ്ടതെന്ന് ആർക്കും അറിയില്ല. ആ ഖബറിൽ ഒരു ലൈറ്റ് പോലും
ചെയ്യില്ല. ആ ഖബറിൽ ഒരു ഫാനോ ഒരു എസിയോ അങ്ങനെ വെച്ച് പിടിപ്പിക്കാറില്ല. ആ ഖബറിൽ നമ്മൾ ചെന്ന് കിടക്കുമ്പോൾ ആ ഖബറിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഈ ലോകത്ത് എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ ആരുമില്ലാത്ത ഏകനായി കിടക്കേണ്ട ആ ഖബറിലെ രണ്ട് മതിലിന്റെ ഇടയിൽ തുച്ഛമായ ഇടുങ്ങിയതായ സ്ഥലത്ത് കിടക്കേണ്ട ആ ഖബറിലെ നമ്മൾ എത്ര വർഷമാണ് കിടക്കേണ്ടതെന്ന് നമുക്കറിയില്ല. ആ ഖബറിൽ നിന്ന് നമുക്ക് മറ്റൊരാളിനെ വിളിക്കാൻ കഴിയില്ല. പുറത്ത് നിൽക്കുന്ന ഒരാൾ ഖബറിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്നും അറിയില്ല. ആ ഖബറിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷകരമായ നിലയിൽ നമ്മൾ ആ ഖബറിൽ കിടക്കണം. അവിടെ കൂട്ടുകാരില്ല, അവിടെ കുടുംബക്കാരില്ല, അവിടെ സ്നേഹിതന്മാരില്ല. നമ്മൾ ഉണ്ടാക്കിയതായ ഒരു സമ്പത്തും ആ ഖബറിലില്ല. ഒന്നും വരില്ല.